ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ലോഗ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ ഒരു ക്യാരറ്റും ക്യാബേജും കൊണ്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു ക്യാബേജിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റും ക്യാബേജും ഞാനിതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ക്യാബേജ് നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വയ്ക്കണം. അപ്പോൾ പാന് ചൂടാവാൻ വെക്കണം. നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഒഴിച്ച് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും വെളിച്ചെണ്ണ ആകുമ്പോൾ. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉഴുന്നും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിൽ കുറച്ചധികം പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ നല്ല പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് വരണം. നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമുളകും എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റും ക്യാബേജും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ വെക്കുന്നത്. ഞാൻ തനിയാണ് വെക്കുക. ഒന്നിൽ നമ്മളിതുപോലെ ക്യാരറ്റ് മാത്രം ഇതുപോലെ ചീകിയിട്ട് തേങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ അതുപോലെ ക്യാബേജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആദ്യമായിട്ടാണ് വെച്ചത്. പിന്നെ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ഇതുപോലെ ചിരവി എടുത്തതാണ്. അപ്പോൾ അതും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. എരിവും ഉപ്പൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഞാനിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആവിയിൽ തന്നെ അത് വെന്ത് വന്നോളും. നമുക്കപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടി പിടിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഞാനതിലേക്ക് ഉള്ളി അരിഞ്ഞത് ചേർക്കാൻ മറന്നുപോയി. അതും കൂടെ ചേർക്കണമായിരുന്നു. ഞാൻ പിന്നീട് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഈ കടുക് വറുക്കുന്ന സമയം തന്നെ ഉള്ളിയും കൂടെ ചേർക്കണമായിരുന്നു. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇതിൽ മറന്നുപോയി അത്. എന്നാലും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പേരി അഥവാ തോരൻ എന്താ പറയുക, 3/4 വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല വേവൊന്നും നമുക്ക് ആവശ്യമില്ല. ഉപ്പേരി പച്ചക്കറി നമ്മൾ ഒരുപാട് വേവിച്ച് കഴിക്കില്ലല്ലോ. അപ്പോൾ ഇതൊരു 3/4 വേവൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉപ്പേരി അഥവാ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ തോരനല്ല ഉപ്പേരി എന്നാണ് പറയുക, അതുകൊണ്ടാണ് ഉപ്പേരി പറഞ്ഞത്. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഞാനിതൊരു ബൗളിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ബൈ ഫ്രണ്ട്സ്. താങ്ക്